അയൽക്കൂട്ടത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എന്റെ അവസാനത്തെ ഒരു ഇൻട്രോ ആയിരിക്കും ഈ ഒരു ചാനൽ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പൊ ഏകദേശം ഒരു വർഷമായിട്ട് അയൽക്കൂട്ടം എന്ന ചാനൽ നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചില സമയങ്ങളിൽ നമുക്ക് വീഡിയോസ് ഇടാനായിട്ട് പറ്റിയിട്ടുണ്ട്, പക്ഷെ ചില സമയങ്ങളിൽ വീഡിയോസ് ഇടാൻ പറ്റാത്ത അവസ്ഥകളും ഉണ്ടായിരുന്നു. അപ്പോ ഒരു പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ചാനല് ഒഫീഷ്യലി ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് പോവുകയാണ്. ചാനലല്ല, ഈ ഒരു പേര് മാത്രമാണ്. ഈ ഒരു പേര് ചേഞ്ച് ചെയ്ത് വേറൊരു പേരിലോട്ട് മാറാനായിട്ട് പോവുകയാണ്. അപ്പോ ആ ഒരു ചാനലിന്റെ പേരെന്ന് പറയുന്നത് പിക് പ്ലാൻസ് എന്നാണ്. അപ്പോ പിക് പ്ലാൻ എന്ന് പറയുന്ന ചാനലിന്റെ ഒരു പ്രത്യേകത പറയാം, നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന അതേ പ്രൊസീജിയർ തന്നെ അതിൽ പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്. പിക് പ്ലാൻ എന്ന് പറഞ്ഞ ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനിയാണ്. അത് ഇപ്പൊ മെയിൻലി ഓൾ കേരള ബേസ് ചെയ്താണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഗസ്റ്റ് നമുക്കിപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു തെളിവായിട്ട് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ താഴെ കൊടുത്താകാം. ഇത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യും. ഇതിന്റെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് ഗൈഡൻസ്, സ്റ്റേ ആയിക്കോട്ടെ, ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ടേഷൻ അടക്കം നമ്മളിവിടെ ചെയ്തു തരുന്നു. അതാണ് പിക് പ്ലാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നമ്മളിപ്പോ കേരളയാണ് ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് പിക് പ്ലാൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അതിനുള്ള കംപ്ലീറ്റ് സൊല്യൂഷൻ തരാൻ സാധിക്കും. അതിപ്പോ ബാച്ചിലേഴ്സ് ഗ്യാങ്ങിലുള്ള ട്രിപ്പ് ആയാലും ലേഡീസ് ഓൺലി ട്രിപ്പ് ആയാലും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് തരാൻ സാധിക്കും. കംപ്ലീറ്റ് ഫ്രീഡം, അതോടൊപ്പം തന്നെ സേഫ്റ്റിയാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ സേഫ്റ്റി ആയിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യും. പ്ലാൻസിന്റെ അൾട്ടിമേറ്റ് മോട്ടീവ് എന്താണെന്ന് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹിഡൻ പ്ലേസുകൾ. ഇപ്പോ ചെറിയൊരു എക്സാമ്പിൾ പറയുന്നത് വർക്കലെ സംബന്ധിച്ചാണ് എല്ലാവരും വരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളെ കുറിച്ച് വലിയൊരു ധാരണയില്ല. എല്ലാവരും പോകുന്ന ക്ലിഫ് ആയിക്കോട്ടെ, പാവനേഷം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് മെയിൻ ആയിട്ട് പോകുന്നത്. എന്നാൽ വർക്കലയിൽ അത് മാത്രമല്ല ഉള്ളത്, ഒരുപാട് ഹിഡൻ പ്ലേസുകളുണ്ട്. ഹിഡൻ പ്ലേസുകളാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡൻസോടെ നമ്മൾ അയക്കുന്നത്. ഈ ഹിഡൻ ജെംസ് വിസിറ്റ് ചെയ്താൽ മാത്രമാണ് വർക്കല എൻറ്റയർലി കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ മോട്ടീവ് വെച്ചാൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ഹിഡൻ സ്പോട്ടുകളുണ്ട്. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഹിഡൻ സ്പോട്ടുകളിൽ ഒരുപാട് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് പിക് പ്ലാൻ, കാരണം ഒരുപാട് ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനികളൊക്കെ ഉണ്ട്. അതിൽ വ്യത്യസ്തമായിട്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സേഫ്റ്റി, അതോടൊപ്പം തന്നെ ഇതുപോലത്തെ ഹിഡൻ സ്പോട്ടുകളാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രിപ്പ് ഒരു കുറച്ചുകൂടെ മെമ്മറബിൾ മൊമെന്റ്സ് ആയിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി പതിവായിട്ട് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അയൽക്കൂട്ടുന്ന ഒരു പേജ്, ആ ഒരു പേജ് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ആവുകയാണ്. പുതിയൊരു പേരിലോട്ട് പിക് പ്ലാൻസിലോട്ടാണ് നമ്മളിപ്പോൾ കൺവേർട്ട് ആയിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം പഴയതുപോലെ തന്നെയാണ്. നമ്മുടെ റിവ്യൂ വീഡിയോസ് എല്ലാം അതുപോലെ തന്നെ ഇനി ഓരോ ദിവസങ്ങളിലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഗസ്റ്റിന്റെ ഒക്കെ റിവ്യൂസ് ഒക്കെ നോക്കട്ടെ, ഞാൻ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ കോപ്പറൈറ്റ് കിട്ടൂലെന്നുണ്ടെങ്കിൽ നേരിടാനായിട്ട് ശ്രമിക്കാം. ഇല്ലാതെ നമ്മുടെ ആ ഇൻസ്റ്റാഗ്രാം പേര് നിങ്ങൾ ചെക്കൗട്ട് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ പിക് പ്ലാൻസിലെ കോൺടാക്ട് ചെയ്യുന്ന നമ്പരും അതോടൊപ്പം തന്നെ താഴെ കൊടുത്താക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ബെസ്റ്റ് പ്രൈസിന് നിങ്ങളുടെ ട്രിപ്സ് മെമ്മറബിൾ രീതിയിലോട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇതുവരെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബൈ ഫോർ നൗ, ബൈ ബൈ.